മോദി കെയർ ഈസ് എ ബിഗ് ഫാമിലി, ഇറ്റ്സ് എ ഹ്യൂജ്. കാരണം ആ ഒരു വലിയൊരു ഫാമിലിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അവിടെ വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ ഏതൊരു ആൾക്കും രക്ഷപ്പെടണമെന്ന മൈൻഡോട് കൂടി, പോസിറ്റീവ് ചിന്താഗതിയോട് കൂടി ഉള്ള ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ കഴിയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഫാമിലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഇതിൽ വർക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് ഈ ഫാമിലിയിൽ കടന്നു വന്നിട്ടുള്ള ഓരോ വ്യക്തിയും അതിൽ അഭിമാനം കൊള്ളുന്നവരായിരിക്കും. വൈ ജോയിൻ മോഡി കെയർ ഫാമിലി? സിമ്പിൾ ആയിട്ടുള്ള പറഞ്ഞത് റിവാർഡിങ് ആൻഡ് കെയറിങ്. നമ്മൾക്കവിടെ റിവാർഡിങ് ആയിട്ടുള്ള ഫാമിലിയുമാണ്, അതുപോലെ തന്നെ കെയറിങ്ങുമാണ്. സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് കോമ്പൻസേഷൻ പ്ലാൻ. നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്ലാൻ ഇവിടെ ഉണ്ട്. 70% വരുന്ന കമ്മീഷണബിൾ വാല്യൂ നമ്മുടെ കൊടുക്കുന്ന വിലക്ക് നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ ലോയൽറ്റി പ്രോഗ്രാം അപ് ടു 25% ലൈഫ് ലോങ് ലഭിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നമ്മുടെ മന്ത്ലി പർച്ചേസിന്റെ 25% വരുന്ന തുക ലൈഫ് ലോങ് ലഭിക്കുന്ന രീതിയിലുള്ള ലോയൽറ്റി പ്രോഗ്രാം നമ്മൾക്കൂടെ ഉണ്ട്. ഗെറ്റ് പെയ്ഡ് 5 times എ മന്ത്. ശരിക്കും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ബിസിനസ് ചെയ്യുമ്പോഴാണെങ്കിലും അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവുക എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, അല്ലെ? നമുക്കത് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അത് കൂടുതൽ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുന്ന കാര്യം. നമുക്കെല്ലാം സാലറിയൊക്കെ മന്ത്ലി ഒരു പ്രാവശ്യം മാത്രം ലഭിക്കുന്നെങ്കിൽ നമുക്കിവിടെ മാസത്തിൽ 5 പ്രാവശ്യം പേയ്മെന്റ് ലഭിക്കുന്നു. അത് 4 പ്രാവശ്യം വീക്കിലി ലഭിക്കുന്നു, 1 പ്രാവശ്യം മന്ത്ലി ലഭിക്കുന്നു. ആൻഡ് നമുക്കിവിടെ കുറഞ്ഞ ലെഗിൽ 6 ലെഗ് കൊണ്ട് തന്നെ നമ്മുടെ ഹയസ്റ്റ് ലെവൽ അറ്റ് ദ ടോപ്പിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ അറ്റ് ദ ടോപ്പിലേക്കുള്ള വഴി വളരെ സിമ്പിൾ ആക്കി മാറ്റിയിരിക്കുന്നു. ആൻഡ് ഇൻഫിനിറ്റ് ഡെപ്തിൽ നിന്ന് വിത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് വലിയ ഇൻകം നേടാനുള്ള രീതിയിലേക്ക് ഉള്ള മാറ്റങ്ങൾ നമുക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അപ്ലൈൻ ഡൗൺലൈൻ ബന്ധം എന്ന് പറയുന്നത് പ്രോത്സാഹനജനകവും അതുപോലെ തന്നെ പരസ്പരം ബഹുമാനിക്കുന്ന രീതിയിലുമൊക്കെയുള്ള മ്യൂച്വൽ ഗ്രോത്തിന് വേണ്ടിയുള്ള ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നു. അതുപോലെ കെയറിങ്, മോഡി കെയർ ഫൗണ്ടേഷനിലൂടെ ഒരുപാട് ജീവിതങ്ങളിൽ എൻഹാൻസിങ്, എൻഗേജിങ് ആൻഡ് എംപവറിങ് ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ ത്രൂ മോഡി കെയർ ഫൗണ്ടേഷൻ. അതും വലിയൊരു കാര്യം തന്നെയാണ്. ആൻഡ് അവർ ലെഗസി, നമ്മുടെ പാരമ്പര്യം, ഫോർ 92 years ലെഗസി. മോദി എന്റർപ്രൈസസ് എ multi-billion-dollar global conglomerate was founded in 1933 by റായ് ബഹദൂർ വിജർമാൽ മോദി. ഇതൊരു മോഡി എന്റർപ്രൈസ് എന്നൊരു വലിയൊരു സ്ഥാപനം 1933 റായ് ബഹദൂർ വിജർമാൽ മോദി എന്ന് പറയുന്ന വ്യക്തി സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥാപനമാണ്. നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ സ്പേസ് തന്നെ മാറ്റണം എന്ന ഒരു വിഷനോട് കൂടിയാണ് അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്തത്. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ കെ മോദിയിലൂടെ അത് ഒരുപാട് വളർന്ന് പല പല കൺട്രീസിലേക്ക്, പല പല ബിസിനസ് മേഖലകളിലേക്ക് കടന്നുകൊണ്ട് ഏകദേശം 120-ലധികം വരുന്ന കൺട്രീസിൽ, വേൾഡ് വൈഡ് 120 അധികം വരുന്ന കൺട്രീസിൽ, രാജ്യങ്ങളിൽ ഇതിന്റെ സാന്നിധ്യം വഹിച്ച് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചു കൊണ്ടുപോകുന്ന വലിയൊരു ബിസിനസ് ഗ്രൂപ്പാണ് മോദി എന്റർപ്രൈസസ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കമ്പനിയാണ് മോദി കെയർ. മോദി കെ എന്ന രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിന്റെ വിഷണറി ലീഡർ, നമ്മുടെ ആരാധനേയൻ സമീർ കൃഷ്ണൻ മോദി, നമ്മുടെയൊക്കെ ബഹുമാനപ്പെട്ട സമീർ ജി. അദ്ദേഹത്തോടുള്ള നമ്മുടെയൊക്കെ കടപ്പാടും സന്തോഷവും നമ്മൾ അദ്ദേഹത്തോട് അറിയിച്ചുകൊണ്ട്, കാരണം നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം നമ്മൾക്ക് വേണ്ടി മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഒരു മഹത്തായ അവസരം, ദാറ്റ് ഈസ് മോദി വേ. ആൻഡ് അവർ പ്രൊഡക്ട്സ്, നമ്മുടെ ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ്. അവിടെ ഒരു മാർക്കറ്റിംഗ് നടക്കണമെങ്കിൽ ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്ട്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെ വരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ബേക്കഡ് ബൈ ടെക്നോളജി, സയൻസ്, റിസർച്ച്, ഇന്നോവേഷൻ, ഫങ്ഷണാലിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇത്രയും കാര്യങ്ങളിലൂടെ ബേക്ക് ചെയ്തെടുത്ത ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി നമ്മൾക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്നത്. ഇപ്പൊ റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ബ്യൂട്ടി കൺസെപ്റ്റിലുള്ള ഫോറസ്റ്റ് നെക്ടർ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ് സിസ്റ്റം കാറ്റഗറിയിൽ വരുന്ന ഷേപ്പ് ഷിഫ്റ്റ്. നമുക്ക് വെൽത്ത് മാത്രം പോരാ, നമ്മുടെ ഹെൽത്തും കൂടി ഇംപ്രൂവ് ചെയ്യണം ഓൾ ഇന്ത്യൻസിന്റെയും എന്ന കാഴ്ചപ്പാട് കൂടി നമ്മുടെ കമ്പനി റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഷേപ്പ് ഷിഫ്റ്റ്, കിച്ചൺ സൊല്യൂഷൻസിലുള്ള സോൾ ഷെഫ്, അങ്ങനെയുള്ള പ്രൊഡക്ട്സ്. അതുകൂടാതെ തന്നെ നമ്മുടെ 14ഓളം കാറ്റഗറിയിൽ വരുന്ന വെൽ കാറ്റഗറി, അർബൻ കളറ്, സ്ലോഗ, മോഡിക്കർ ചിപ്പ്, മോഡിക്കർ ഗ്ലോബ്, മോഡിക്കർ പ്യൂരിഫയർ, വെലോസിറ്റി, ഫ്രൂട്ട് ഓഫ് ദി എർത്ത്, ഫ്രഷ് മൊമെന്റ്, എസെൻഷ്യൽ, സലൂൺ, സോൾ ഫ്ലവേഴ്സ്, മോഡിക്കർ അഗർബത്തീസ്, ഹോം കെയർ, വാഷ് മെറ്റ്, ഓട്ടോ കെയർ, സോഫ്റ്റ് വാഷ്, SM വാച്ചസ്, അമൂലി, ആക്ടിവേറ്റ്, അങ്ങനെ പല കാറ്റഗറിയിൽ 14ഓളം വരുന്ന കാറ്റഗറിയിലായിട്ട് ഏകദേശം 750-ൽ പരം ഉൽപ്പന്നങ്ങൾ
നമ്മൾക്ക് വേണ്ടി കമ്പനി ഇറക്കിയിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഹൈ ക്വാളിറ്റിയിലുള്ള ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ തന്നെ ഒരു കമ്പനിക്കും അവകാശപ്പെടാനില്ലാത്ത വലിയൊരു ഓഫർ, വലിയൊരു ഗ്യാരണ്ടി, സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി ഉറപ്പ് ചെയ്തുകൊണ്ട്, മണി ബാക്ക് ഗ്യാരണ്ടി ഉറപ്പ് ചെയ്തുകൊണ്ടാണ് കമ്പനി നമ്മുടെ മുന്നിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ നീട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് മോദി വേ. ചോസ് യുവർ പാർട്സ്. നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാനായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് കടന്നു വരാം. മോദി വേ അഡ്വൈസർ ആയിട്ടും കടന്നു വരാം, പ്രിഫേർഡ് കസ്റ്റമർ ആയിട്ടും വരാം. ഞാൻ എന്റെ ഒരു വ്യക്തിപരമായ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും മോദി വേ അഡ്വൈസർ എന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഇതിലേക്ക് കടന്നു വരേണ്ടത്. കാരണം അഡ്വൈസർ, ഉപദേശകൻ, നമ്മളുടെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള പല ജീവിതങ്ങളിലും നല്ല നല്ല ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ ഹെൽത്തിലും വെൽത്തിലും ഉന്നതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ കഴിയുന്ന ഒരാളായി മാറുക എന്നത് വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. ആ ഒരു അഡ്വൈസർ എന്ന രീതിയിലേക്കുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ട അറിവും കഴിവും നമ്മൾക്ക് വളർത്തിയെടുക്കുന്നതിനുള്ള ട്രെയിനിങ് സിസ്റ്റവും അതിനുവേണ്ടിയുള്ള സീനിയേഴ്സിന്റെ ഹെൽപ്പും ലീഡേഴ്സിന്റെ സപ്പോർട്ടും കമ്പനിയുടെ സപ്പോർട്ടും ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു അഡ്വൈസർ എന്ന പദത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ നമ്മുടെ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റത്തിന് മുന്നിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾക്കൂടെ ലഭിക്കുന്നത് അഡ്വൈസർ എന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുന്ന റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്നത് 33%. 33% വരുന്ന ഹോൾസെയിൽ പ്രൈസിന്റെ 33% നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. ലോയൽറ്റി റിവാർഡ് പ്രോഗ്രാം നേരത്തെ പറഞ്ഞായിരുന്നു, 25% നമുക്ക് എല്ലാ മാസവും ലൈഫ് ലോങ് ലഭിക്കുന്ന രീതിയിലുള്ള ലോയൽറ്റി റിവാർഡ് പ്രോഗ്രാം നമുക്ക് ലഭിക്കുന്നു. ബൈ പ്രൊഡക്ട്സ് അറ്റ് ലോവർ ദാൻ ഹോൾസെയിൽ പ്രൈസ്. നമുക്ക് ബണ്ടിൽ പാക്ക് വാങ്ങുന്നതിലൂടെ ഹോൾസെയിൽ പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലയിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയുന്നു. ഫ്രീ പ്രൊഡക്റ്റ് ഓഫ് ദ മന്ത്. ഓരോ മാസവും നമുക്ക് ഫ്രീ പ്രൊഡക്റ്റുകൾ ലഭിക്കുന്നു. അതുകൂടാതെ നമുക്ക് പേഴ്സണൽ വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിൽ നമുക്ക് ഓൺലൈൻ ത്രൂ അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കുള്ള അവസരം നമുക്ക് ലഭിക്കുന്നു. ആൻഡ് ബോണസസ് കമ്മീഷൻസ് അത് നമുക്ക് ബാങ്ക് ത്രൂ നമുക്ക് ലഭിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മോദി വേ അഡ്വൈസർ എന്ന രീതിയിൽ ഈ ബിസിനസ്സിൽ കടന്ന് നമുക്ക് ലഭിക്കും. പ്രിഫേർഡ് കസ്റ്റമർ, അതായത് പ്രിഫേർഡ് കസ്റ്റമർ ഒരു കസ്റ്റമർ എന്ന രീതിയിൽ KYC അപ്രൂവ് ചെയ്യണമെന്ന നിർബന്ധമില്ലാതെ പ്രിഫേർഡ് കസ്റ്റമർ എന്ന രീതിയിലാണ് നമ്മൾ വരുന്നതെങ്കിൽ ആദ്യം പറഞ്ഞ 4 നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അവസാനം പറഞ്ഞ പേഴ്സണൽ വെബ്സൈറ്റും ബോണസ് ആൻഡ് കമ്മീഷൻസ് ഇത് രണ്ടും നമുക്കവിടെ ലഭിക്കാതെ വരുന്നു. ഐ പ്രിഫർ മോദി വേ അഡ്വൈസ്. മോദി വേ കോമ്പൻസേഷൻ പ്ലാൻ. നമുക്ക് വരുമാനം കിട്ടുന്ന രീതികൾ നേരത്തെ പറഞ്ഞ ലോയൽറ്റി റിവാർഡ്സ് പ്രോഗ്രാം. നമ്മളൊരു ലോയൽ കസ്റ്റമറായി മാറുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരമായ ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെട്ട് നമ്മൾ സ്ഥിരമായി വാങ്ങാൻ തയ്യാറാകുമ്പോൾ നമുക്ക് കമ്പനി നൽകുന്ന റിവാർഡ്സ് ആണ് ലോയൽറ്റി റിവാർഡ്സ് പ്രോഗ്രാം ലഭിക്കുന്നത്. അതായത് നമ്മൾ അതിനകത്ത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ 1, 2, 3 മാസങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ CV-യുടെ 10% നമുക്ക് റിവാർഡ്സ് പോയിന്റ് ലഭിക്കുന്നു. 4 മുതൽ 6 മാസം വരെയുള്ള പർച്ചേസ് ആണെങ്കിൽ നമുക്ക് 15% നമുക്ക് CV-യുടെ 15% ലഭിക്കുന്നു. 7 മുതൽ 9 വരെ 20%, 10+10 അതിലധികം വരുന്നതിന് 25% നമുക്ക് ലൈഫ് ലോങ് ലഭിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് 1000 CV ഇൻ എ സിംഗിൾ ഇൻവോയ്സിൽ നമ്മൾ ചെയ്യണം. അത് മുടങ്ങാതെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്കിത് ലൈഫ് ലോങ് നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ 25% നമ്മൾക്ക് തന്നെ തിരിച്ചു നൽകുന്ന രീതിയിലുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു റിവാർഡിംഗ് പ്രോഗ്രാമാണ് ലോയൽറ്റി റിവാർഡ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. റീറ്റെയിൽ പ്രോഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമുക്ക് നമ്മൾ വാങ്ങുന്ന നമ്മുടെ ഹോൾസെയിൽ പ്രൈസിന്റെ 33% ഒരു മാർക്കറ്റിലും ലഭിക്കാത്ത രീതിയിലുള്ള റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്നു. സാധാരണ നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3%, 4%, 5% അത്രയൊക്കെ തന്നെയാണ് റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുക. പക്ഷെ ഇവിടെ കമ്പനി നമ്മൾക്ക് ഓഫർ ചെയ്യുന്നത് നമ്മുടെ ഹോൾസെയിൽ പ്രൈസിന്റെ 33% വരുന്ന റീറ്റെയിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഹോൾസെയിൽ പ്രൈസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. അതുകൂടാതെ നമുക്ക് ബോണസ് ലഭിക്കുന്നു. നമ്മുടെ ബാങ്ക് ത്രൂ അക്കൗണ്ട് ത്രൂ ലഭിക്കുന്ന ബോണസ് ആദ്യത്തെ നമുക്ക് ഷെയറിംഗ് ബോണസ്. അത് നമുക്ക് പെയ്ഡ് വീക്കിലാണ്, ഓരോ ആഴ്ചകളിലും നമ്മുടെ അക്കൗണ്ട് ത്രൂ നമുക്ക് ക്രെഡിറ്റ് ആയി കിട്ടുന്നു. അത് നമ്മുടെ സ്പോൺസറിംഗ് അനുസൃതമായിട്ടാണ്. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നു, നമ്മുടെ ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കി നമ്മളുടെ വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഒരു പേഴ്സണൽ CV 2000 നമ്മൾ ചെയ്യുന്നു. നമ്മുടെ ടീമിലേക്ക് നമ്മൾ രക്ഷപ്പെടുത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുള്ള വ്യക്തികളെ നമ്മുടെ ടീമിലേക്ക് നമ്മൾ സ്പോൺസർ ചെയ്യുന്നു. അങ്ങനെ 2 ലെവലിലായിട്ട് 2 വ്യക്തികളെ സ്പോൺസർ ചെയ്യുമ്പോൾ അവരുടെ പേഴ്സണൽ CV-യുടെ ആദ്യത്തെ ലെവലിലുള്ള വ്യക്തിയുടെ പേഴ്സണൽ CV-യുടെ 20% നമുക്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നു. സെക്കൻഡ് ലെവലിൽ ഉള്ള വ്യക്തിയുടെ പേഴ്സണൽ CV-യുടെ 10% നമുക്ക് ലഭിക്കുന്നു. ഇത് നമുക്ക് വീക്കിലി ഒരു മാസത്തിൽ 4 ആഴ്ചകളിൽ ലഭിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു
വരുമാനമാണ് ഷെയറിംഗ് ബോണസ്. ട്രിപ്പിൾ പവർ ബോണസ് പെയ്ഡ് വീക്കിലി. അത് നമ്മുടെ പ്ലേസ്മെന്റ് സ്ട്രക്ചർ, നമ്മുടെ ടീമിന്റെ സ്ട്രക്ചറിന് വളരെ പ്രാധാന്യമുള്ള ഒരു ബോണസ് ആണ്. അതും പെയ്ഡ് വീക്കിലിയാണ്. ഇത് സിമ്പിൾ ആയിട്ട് പറയാം. നമ്മുടെ ഫ്രണ്ട് ലൈൻ ഗ്രൂപ്പ് CV, അതായത് നമ്മളുടെ ഫസ്റ്റ് ലെവലിലുള്ള മെമ്പേഴ്സും കൂടിയുള്ള CV 18,000 ഫ്രണ്ട് ലൈൻ ഗ്രൂപ്പ് CV വരണം. അതിൽ മിനിമം 3 പേരെങ്കിലും 2,000 CV വെച്ച് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ 2,000 CV വെച്ച് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ അതിന്റെ ഫസ്റ്റ് ലെവൽ അച്ചീവറായി നമുക്ക് 2,000 റുപ്പീസ് നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ താഴെ വന്ന ഈ 3 വ്യക്തികളെയും ഈ 2,000, ഈ 2,000 രൂപ ട്രിപ്പിൾ ബോണസ് ലഭിക്കുന്ന രീതിയിലേക്ക് അവരെ അച്ചീവ് ചെയ്യിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഴ്ച 5,000 നമുക്ക് ലഭിക്കുന്നു. അതുകൂടാതെ ഇവരുടെ താഴെ വന്ന നമ്മുടെ താഴെ വന്ന ഈ 3 പേരെയും ഈ 5,000 നേടാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ, അച്ചീവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ, ഉള്ള ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവരുടെ ടീം ബിൽഡ് ചെയ്യാനും അവരുടെ ബിസിനസ് ഗ്രോത്ത് ചെയ്യാനുമുള്ള ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവരെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 25,000 റുപ്പീസ് നമുക്ക് ലഭിക്കുന്നു. അതാണ് നമ്മുടെ ട്രിപ്പിൾ പവർ ബോണസ്. അതുകൂടാതെ നമുക്ക് അടുത്ത് കിട്ടുന്നതാണ് മോദിവേ ടീം ബോണസ് പെയ്ഡ് മന്ത്ലി. നമുക്ക് മാസം തോറും കിട്ടുന്ന രീതിയിലാണ് ആ ഒരു വരുമാനം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ആരംഭിക്കുന്നത് സീനിയർ അഡ്വൈസർ തുടങ്ങിയിട്ടാണ്. നമുക്ക് അഡ്വൈസർ തുടങ്ങി നമുക്ക് ആദ്യം ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തുടങ്ങി തന്നെ ആ ഒരു വരുമാനം ലഭിക്കുന്നു. അഡ്വൈസറിന് ഫസ്റ്റ് ലെവലിന്റെ 2% ലഭിക്കുന്നു. സീനിയർ അഡ്വൈസറിന് ഫസ്റ്റ് ലെവലിലെ 2%, സെക്കൻഡ് ലെവലിലെ 4%. സിൽവർ ഡയറക്ടർ ആവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതൊന്നുമില്ല. നമ്മളുടെ ഗ്രൂപ്പ് CV എന്നുള്ളത് 20,000 കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സിൽവർ ഡയറക്ടർ ആവും. അപ്പോൾ നമുക്ക് ആക്റ്റീവ് ലെവലിലെ ഫസ്റ്റ് ലെവലിലെ 2%, 4%, അങ്ങനെ ആ രീതിയിൽ നമുക്ക് പേഴ്സൻറ്റേജ് കണക്കിന് വരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് കമ്പനി സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വരുമാനം കിട്ടുന്നത് താഴേക്ക് പോകുന്നതോറും പേഴ്സൻറ്റേജ് ലെവൽ കൂടിക്കൂടി വരികയാണ്. അതിനർത്ഥം നമ്മളെ വരുമാനം കൂടിക്കൂടി വരും. പക്ഷെ അവിടെ വേറെ കാര്യം ഉണ്ട്. നമ്മുടെ ലെവൽസ് താഴേക്ക് പോകുന്നതോറും അവിടെ ടീം മെമ്പേഴ്സിന്റെ എണ്ണവും കൂടിക്കൂടി വരും. കാരണം ആദ്യം നേരത്തെ നമ്മൾ ട്രിപ്പിൾ പവർ ബോണസിന്റെ അതിൽ കാണിച്ചതുപോലെ ആദ്യം 3 പേരാണെങ്കിൽ നെക്സ്റ്റ് ലെവലിൽ അവിടെ 9 പേരുണ്ടാവും. അങ്ങനെ താഴേക്ക് പോകുന്തോറും ടീം മെമ്പേഴ്സിന്റെ എണ്ണം കൂടുകയും അവിടുന്ന് കിട്ടുന്ന പേഴ്സൻറ്റേജ് 2 എന്നുള്ളത് 4 ആവുന്നു, 4 എന്നുള്ളത് 5 ആവുന്നു, 5 എന്നുള്ളത് 6 ആവുന്നു. അങ്ങനെ കൂടുന്നതിനനുസൃതമായിട്ട് നമ്മൾക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് കമ്പനിയുടെ നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ വരുമാനത്തിന്റെ വർധനവ് കൂടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു പ്ലാനിലൂടെ. അതുകൂടെ തന്നെ നമുക്ക് കിട്ടുന്ന അടുത്ത വരുമാനം ലീഡർഷിപ്പ് ബോണസ് പൂൾസ്. അത് 7.25% ഓഫ് കമ്പനീസ് കമ്മീഷണബിൾ വോള്യം. കമ്പനിയുടെ കമ്മീഷണബിൾ വോള്യത്തിന്റെ, അതായത് കമ്പനിയുടെ മൊത്തം CV-യുടെ 7.25% വരുന്ന തുകയാണ് ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണിച്ചിട്ടാണ് നമുക്ക് ലഭിക്കുക സഫയർ ഡയറക്ടർ തുടങ്ങിയിട്ടുണ്ട്. സഫയർ ഡയറക്ടറിന് ഒരു ഷെയർ ബിൽഡർ ബോണസിൽ നമുക്കൊരു 1.25% ആണ് അതിന്റെ ഒരു ഷെയർ സഫയർ ഡയറക്ടർ ലഭിക്കുന്നു, റൂബി ഡയറക്ടർ ലഭിക്കുന്നു, ബ്രാൻഡ് ഡയറക്ടർ. അങ്ങനെ ആ രീതിയിലാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ലീഡർഷിപ്പ് പെർഫോമൻസ് ബോണസ് സ്കൂളിൽ നമുക്ക് 2% ലഭിക്കുന്നു. എലൈറ്റ് ലീഡർഷിപ്പ് പെർഫോമൻസ് ബോണസ് സ്കൂളിൽ നമുക്ക് 1% ലഭിക്കുന്നു. യെല്ലോ ഡയമണ്ട് പൂളിൽ നമുക്ക് 1% ലഭിക്കുന്നു. ബ്ലൂ ഡയമണ്ട് പൂളിൽ നമുക്ക് 1% ലഭിക്കുന്നു. ഗ്ലോബൽ ഡയമണ്ട് പൂളിൽ നമുക്ക് 1% ലഭിക്കുന്നു. അങ്ങനെയാണത് നമുക്ക് വീതിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മളിപ്പോൾ വിശദീകരിക്കാൻ വേണ്ടി ഒരുപാട് സമയം കൊടുത്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ മീറ്റിംഗിൽ ക്ഷണിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ലീഡേഴ്സുമായി കോൺടാക്ട് ചെയ്യാൻ കഴിയുന്ന ലീഡേഴ്സുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കത് കൃത്യമായിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഈ ബിസിനസിനെ കുറിച്ചും നമ്മുടെ ലൈഫിൽ മാറ്റമുണ്ടാകുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ ആദ്യമേ സംസാരിച്ചു. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികളുടെ വ്യത്യസ്തതകൾ നമ്മൾ സംസാരിച്ചു. ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകവും തമ്മിലുള്ള വ്യത്യാസവും ആ പാസീവ് ഇൻകം കാറ്റഗറിയിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിയുന്ന ഒരു ദ ന്യൂ വേ ആണ് നമ്മളോട് പരിചയപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ കമ്പനിയുടെ പാരമ്പര്യം, ലെഗസി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ പ്രൊഡക്റ്റ് റേഞ്ച് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ബിസിനസ് പ്ലാൻ, കോമ്പൻസേഷൻ പ്ലാൻ എന്താണെന്ന് ചെറിയ രീതിയിലാണെങ്കിൽ നമ്മളിവിടെ മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ സാധ്യതകളുള്ള നമ്മുടെ ലൈഫിൽ ഒരുപാട് അത്ഭുതങ്ങൾ, മിറാക്കിൾസ് സംഭവിപ്പിക്കാൻ സാധ്യതയുള്ള മഹത്തായ ഒരു അവസരത്തിന് മുന്നിലാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മളത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫിന്റെ ഒരു പുതിയ വഴി വെട്ടിത്തിട്ടുണ്ട്. ദ ന്യൂ വേ, ദ മോദി വേ എന്ന ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, ട്രാൻസ്ഫോമിംഗ്
ലൈഫ് ഫോർ ഓവർ 28 years. നമ്മുടെ ഒരുപാട് ജീവിതങ്ങളിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 28 വർഷത്തിലധികമായി, 29 വർഷമാകുന്നു, 29 വർഷത്തിലധികമായി ഒരുപാട് ജീവിതങ്ങളിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പോകുന്ന വലിയൊരു അവസരത്തിന് മുന്നിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു അവസരത്തെ പരിചയപ്പെട്ടു, ഈ അവസരത്തെ തിരിച്ചറിഞ്ഞ് ഈ അവസരത്തിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ബിസിനസ് സീരിയസ് ആയി എടുത്തുകൊണ്ട് ഇതിന്റെ പ്ലാനുകളും സീനിയേഴ്സിന്റെ അപ്പൻ സപ്പോർട്ടോട് ലഭിക്കുന്ന അറിവുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയും നമ്മുടെ ലൈഫ് ടേണിംഗ് പോയിന്റ് ഇവിടെ വെച്ച് നമ്മുടെ ലൈഫ് മാറുകയാണ്. നമ്മുടെ ലൈഫ് പുതിയൊരു വഴിയിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഇസ് കോൾഡ് ദ ന്യൂ വേ, ദ ഓൺലി വേ, ദ മോദി വേ. ഓക്കെ, അപ്പോ ഞാനിവിടെ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങളത് നിങ്ങളുടെ അപ്ലൈ ലീഡേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിയുന്ന ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ബിസിനസ് സാറിനെ കുറിച്ച് 2 വാക്ക് പറയാതെ പോകാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെയൊക്കെ ലൈഫിൽ മാറ്റമുണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം വർഷങ്ങൾക്ക് മുന്നേ ദീർഘവീക്ഷണത്തോടു കൂടി കണ്ട ആ ഒരു രീതി നമ്മളിലേക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഇതിന്റെ സാധ്യത എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡറാണ് ജസ്റ്റിൻ സാർ. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ജസ്റ്റിൻ സാർ. താങ്ക് യു സുനിൽ സാർ. സുനിൽ സാറിന്റെ പ്രസന്റേഷൻ പുതിയ പ്ലാൻ അനുസരിച്ച് ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്തു. വളരെ സിമ്പിളായിട്ട് ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ചില അറിവുകളാണ്. ഇന്ന് ആദ്യമായിട്ട് ഈ ബിസിനസ് പ്രോഗ്രാമിലേക്ക് അറ്റൻഡ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഈ കിട്ടിയ അറിവുകൾ അവർ ഉപയോഗിക്കാൻ തയ്യാറായാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഏതാണ്ട് 25 വർഷം മുമ്പ് ഇതുപോലെ അന്ന് ഇതേ സൂമൊന്നുമില്ല, ഒരു വീട്ടിൽ നടക്കുന്ന ഒരു ഹൗസ് മീറ്റിങ്ങിൽ വളരെ യാദൃശ്യമായിട്ട് ഞാൻ മോദിക്ക് പരിചയപ്പെടാനിടയായി. അന്ന് ആ ഹൗസ് മീറ്റിങ്ങിലേക്ക് എൻ്റെ വീട്ടിൽ നടക്കുന്ന മീറ്റിങ്ങിലേക്ക് ഒരു 1/2 മണിക്കൂർ ഇരിക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് മാത്രം അവിടെ അറ്റൻഡ് ചെയ്തു. ഇന്ന് പലരും ഈ സൂമിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ആളുകളിൽ പലരും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. ആരെങ്കിലും നിർബന്ധിച്ചിട്ട് സൂം പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കയറുന്നതായിരിക്കും ആദ്യമായിട്ട് വന്നവർ. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് കയറിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറെ പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇന്നത്തെ പോലെ വെൽനസ് പ്രോഡക്ട്സോ കോസ്മെറ്റിക് പ്രോഡക്ട്സോ ഒന്നും അന്നില്ല. അന്ന് കുറച്ച് വാഷിംഗ് പൗഡർ, പേസ്റ്റ്, സോപ്പ് പോലത്തെ FMCG പ്രോഡക്ട്സ്, ഡെയിലി ഉപയോഗിക്കുന്ന കുറെ പ്രോഡക്ട്സ് ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നാളെ മുതൽ ഇത് ഡോർ സെല്ലിങ്ങിന് വേണ്ടി വിൽക്കുന്ന പരിപാടി, അതായത് വീട് വീടാന്തരം കയറി ഇറങ്ങി വിൽക്കുന്ന എന്തോ ഒരു പരിപാടി പഠിപ്പിക്കാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. കണ്ടപ്പോൾ തന്നെ ഞാൻ വേണ്ടാന്ന് തീരുമാനിച്ചു. വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള കാരണം ഞാനന്ന് KSEBയിൽ വർക്ക് ചെയ്യുന്നു, എൻ്റെ വൈഫ് ഗവൺമെൻറ് പ്രസ്സിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അന്നത്തെ കാഴ്ചപ്പാടിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സേഫാണ്, രണ്ടുപേരും ഗവൺമെൻറ് സർവീസ് ജോലിയുണ്ട്. ഇപ്പോൾ നിലവിൽ സാലറി കിട്ടും, റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വീട് വിടാതെ കൊണ്ടുവന്ന് വിൽക്കുന്നൊരു പരിപാടിക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ എന്തായാലും ചെന്ന സ്ഥിതിക്ക് മര്യാദ പുറത്ത് അവിടെ ഇരിക്കുക, അങ്ങനെ 1/2 മണിക്കൂർ ഇരിക്കാൻ ഞാൻ തീരുമാനിച്ചപ്പോൾ അന്ന് എനിക്ക് ആ മീറ്റിങ്ങിൽ കിട്ടിയ അറിവ് എൻ്റെ ജീവിതത്തിൽ മൊത്തം മാറ്റിമറിച്ചുമല്ല. കാരണം ഞാൻ അതുവരെ മനസ്സിലാക്കാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് അവിടെ വെച്ച് മനസ്സിലാക്കാൻ പറ്റി. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലായത്, ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മൾ വാങ്ങുന്ന ഓരോ പ്രോഡക്റ്റിലും ആ പ്രോഡക്റ്റിൻ്റെ വിലയുടെ 60% മാർക്കറ്റിംഗ് കോസ്റ്റാണ് എന്നുള്ളതാണ് എന്നെ ആദ്യമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം. എല്ലാ പ്രോഡക്റ്റും
പരസ്യക്കാർക്ക് വേണ്ടി കുറച്ച് പണം നമ്മളോട് വാങ്ങലുണ്ടെന്നും റീറ്റെയിൽ കടക്കാരന് കുറച്ച് കമ്മീഷൻ പോകണമെന്നൊക്കെ നേരത്തെ അറിയായിരുന്നു. പക്ഷേ അത് ആ പ്രോഡക്റ്റിന്റെ വിലയുടെ 60%-ലധികം, പല പ്രോഡക്റ്റിന്റെ 70%-ഓളം ഒക്കെ വില ഉണ്ടെന്നുള്ളത് അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പോൾ ആ തിരിച്ചറിവ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അടുത്ത സ്റ്റെപ്പ്, ഈ നഷ്ടപ്പെടുന്ന പണം നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു വഴി ഉണ്ടെന്ന് കേട്ടപ്പോൾ തീർച്ചയായിട്ടും അരമണിക്കൂർ കൊണ്ട് എങ്ങനെയെങ്കിലും പോകാൻ തീരുമാനിച്ച ഞാൻ, അങ്ങനെ തിരിച്ചു കിട്ടുന്നൊരു വഴി ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പഠിക്കാൻ ഞാൻ തയ്യാറായി. അപ്പോൾ എല്ലാ നമ്മൾ ഉപയോഗിക്കുന്ന, ഡെയിലി ഉപയോഗിക്കുന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപയോഗിക്കുന്ന ഓരോ പ്രോഡക്റ്റും ഏതൊക്കെയോ കമ്പനി ഉണ്ടാക്കുന്നു. ആ കമ്പനി പരസ്യത്തിലൂടെ നമ്മളെ അറിയിക്കുന്നു. നമ്മുടെ മുമ്പിൽ പരസ്യത്തിൽ ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയുന്ന ആളുകൾ ആരും അത് ഉപയോഗിച്ച സന്തോഷത്തിൽ പറയണതല്ല. അവർക്ക് കമ്പനികൾ കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നതുകൊണ്ടാണ്, പരസ്യത്തിന് നല്ല പണം, അവരുടെ സ്റ്റാർ വാല്യൂ അനുസരിച്ച് പണം കൊടുക്കുന്നതുകൊണ്ടാണ് അവർ പരസ്യം പറയുന്നത്. ആ പരസ്യം നമ്മൾ കാണിക്കാൻ വേണ്ടി ചാനലുകൾക്കും തിയേറ്ററുകൾക്കും പേപ്പറുകൾക്കും ഒക്കെ ഒരുപാട് പണം വീണ്ടും ചെലവാക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ വാങ്ങുന്ന അടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണെങ്കിൽ അയാൾക്ക് ഒരിക്കലും കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്നില്ല. അയാൾക്ക് കിട്ടുന്നത് ഒരു ഹോൾസെയിലർ, അതിനപ്പുറത്ത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റോക്കിസ്റ്റ്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഇങ്ങനെ കുറേ ഇടനിലക്കാരുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഇടനിലക്കാരായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും ബിസിനസ് ചെയ്യുന്നു. അവർക്ക് ന്യായമായ കമ്മീഷൻ കിട്ടിയേ പറ്റൂ, കിട്ടാതെ അവർ ചെയ്യില്ല. ഈ പരസ്യം നമ്മുടെ മുമ്പിൽ കാണിക്കാൻ, പരസ്യത്തിൽ അഭിനയിക്കാനും അത് വീണ്ടും വീണ്ടും കാണിക്കാനും കമ്പനികൾക്ക് ഒരുപാട് ചിലവുണ്ട്. ഇതെല്ലാം ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ആ കമ്പനികൾക്ക് വരുന്ന ചിലവാണ്. അതുകൂടാതെ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേറെ ചിലവുണ്ട്. ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവർക്ക് ന്യായമായ ഒരു ലാഭം വേണം. ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് MRP എന്ന വിലക്ക് MRP അതിലിടുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു 100 രൂപ MRP കൊടുത്തൊരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ നമ്മൾ കൊടുത്ത 100 രൂപക്കുള്ള സാധനം ഉണ്ടോ എന്ന്? പലപ്പോഴും ചിന്തിക്കാറില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ പറയുന്ന വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു. അങ്ങനെ വാങ്ങുമ്പോൾ നമ്മുടെ അധ്വാന ഫലത്തിന്റെ 60%-ലധികം നഷ്ടപ്പെട്ടാണ് നമ്മൾ വാങ്ങുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അപ്പൊ അത് തിരിച്ചു കിട്ടാനുള്ളൊരു വഴി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. എനിക്ക് ആ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന കുറെ സംശയങ്ങൾ ഇന്നത്തെ സ്ലൈഡിലൂടെ നിങ്ങൾക്കും ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഒന്നാമത്തെ കാര്യം, ഇതിൽ പരസ്യമില്ലെങ്കിൽ നമ്മളുടെ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരസ്യം. നമ്മളൊരു സിനിമ കണ്ടാലോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോയാലോ അല്ലെങ്കിൽ നമുക്ക് നല്ലതെന്ന് ബോധ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറയാറുണ്ട്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പരസ്യം അതാണ്. ഇവിടെ മോദി കെയറിൽ, മോദിവേയിൽ, ഡയറക്ട് സെല്ലിങ്ങിൽ നമ്മുടെ അനുഭവമാണ് ഷെയർ ചെയ്യുന്നത്. അതാണ് ഏറ്റവും ശക്തമായ പരസ്യം. അപ്പം നമ്മുടെ അനുഭവം നമ്മൾ മോദിയുടെ ബിസിനസ്സിലേക്കോളം നമ്മളെ അറിവ്, നമ്മുടെ അനുഭവങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഷെയർ ചെയ്ത് കുറെ ആളുകൾ മോദിക്ക് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു സ്ഥിതി വരുമ്പോൾ എൻ്റെ ഒരു സംശയം എന്തായിരുന്നു വെച്ചാൽ കുറെ കഴിയുമ്പോൾ ഈ കമ്പനി ഉണ്ടാവും എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നത്തെ നിലക്ക് 92 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു വലിയ ബിസിനസ്സാണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഏതാണ്ട് 15 വർഷം മുമ്പേ സ്റ്റാർട്ട് ചെയ്ത മോദി ഗ്രൂപ്പിന്റെ ഭാഗമാണ് മോദി കെയർ എന്നുള്ള ഡയറക്ട് സെല്ലിംഗ്. ഡയറക്ട് സെല്ലിംഗ് ഇന്ന് മോദി കെയർ തുടങ്ങിയിട്ട് 28 വർഷം കംപ്ലീറ്റ് ചെയ്തു. വേൾഡ് വൈഡ് ഒരുപാട് സാധാരണക്കാരെ കോടീശ്വരന്മാരാക്കിയ, വിജയം തെളിയിച്ച ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ബിസിനസ് ഒരു ഇന്ത്യൻ കമ്പനി ഇന്ത്യക്കാരന് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന വിലക്ക് പ്രൊഡക്റ്റ് തരുന്ന മോദി കെയർ എന്നുള്ള ഒരു ബിസിനസ്സാണ് എന്നുള്ളത് എനിക്കന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ചിന്ത എന്താണെന്ന് വെച്ചാൽ ഈ അറിവ് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും. കാരണം മോദി കെയറിനെ പറ്റിയോ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റിയോ അറിയാതിരുന്ന കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ജോലി ചെയ്തു ജീവിച്ചു പോയിക്കൊണ്ടിരുന്നു. എനിക്കൊരു റിട്ടയർമെന്റ് ഉണ്ട്. തീർച്ചയായിട്ടും റിട്ടയർ ചെയ്യുമ്പോൾ എൻ്റെ ഇൻകം പെൻഷൻ, സാലറി എന്നുള്ള പെൻഷനായിട്ട് മാറുമ്പോൾ അത് 1/3 ആയിട്ട് കുറയും. ആ റിയാലിറ്റി ഞാൻ ഫേസ് ചെയ്തേ പറ്റും.
അതിന് വേറെ മാർഗമൊന്നുമില്ല. അതിന് ആ സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അറിവ് എൻ്റെ മുമ്പിൽ വന്നത്. അപ്പൊ ഈ അറിവ് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഞാൻ മോദി കെയർ കേട്ടാലും കേട്ടില്ലെങ്കിലും ഞാനും എൻ്റെ ചുറ്റുമുള്ള എല്ലാ ആളുകളും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് കഴുകുകയും കുളിക്കുകയും അലക്കുകയും പാത്രം കഴുകുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിന് അവർ ഏതെങ്കിലും കമ്പനിയുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഉപയോഗിക്കുന്ന ഓരോ പ്രോഡക്റ്റുകളും പരസ്യത്തിലൂടെ അവരെ അറിയിക്കാനും അവിടെ എത്തിക്കാനും വേണ്ടി ആ കമ്പനികൾ ചെലവാക്കുന്ന പണം കൂടുതൽ കൊടുത്തുകൊണ്ടാണ് അവർ ആ പ്രോഡക്റ്റ് വാങ്ങുന്നത്. അങ്ങനെ വാങ്ങുന്ന പ്രോഡക്റ്റുകൾക്കൊന്നും ഇന്ന് വരെ ക്വാളിറ്റിക്ക് ഒരു ഗ്യാരണ്ടി കിട്ടും. അതേ ആവശ്യത്തിന് അതേ പണം മോദി കെയറിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ ഞാനൊരു കാരണമായാണ്. ആ ടേൺ ഓവർ വരാൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും ഒന്നും പണം കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഈ 60-65% മോദി കെയറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വീതിച്ചു കൊടുക്കുന്നു. അതാണ് അന്ന് മനസ്സിലായ കാര്യം. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രോഡക്റ്റ് ഷെയർ ചെയ്യാൻ ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പ്രോഡക്റ്റ് എന്താണെന്നാണ്. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഉപയോഗിച്ച് നോക്കണം. ഞാൻ പല്ല് തേക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോദി കെയറിൻ്റെ പേസ്റ്റ് ഉപയോഗിക്കണം. ഞാൻ കുളിക്കുന്നുണ്ടെങ്കിൽ മോദി കെയറിൻ്റെ സോപ്പ് ഉപയോഗിക്കണം. ഞാൻ അലക്കുന്നുണ്ടെങ്കിൽ മോദി കെയറിൻ്റെ വാഷിംഗ് പൗഡറോ വാഷിംഗ് ലിക്വിഡോ ഉപയോഗിക്കണം. ഇതാണ് ആദ്യം ചെയ്തത്. ഇപ്പോൾ ഇത് ഉപയോഗിച്ചപ്പോൾ ഇന്നലെ വരെ ഉപയോഗിച്ചിരുന്ന മറ്റു കമ്പനിയുടെ പ്രോഡക്റ്റുകളെക്കാൾ നല്ലതാണെന്നും ലാഭകരമാണെന്നും എനിക്ക് മനസ്സിലായി. നല്ലതായതുകൊണ്ട് മാത്രം നമ്മളെല്ലാവരും എല്ലാ പ്രോഡക്റ്റും ഉപയോഗിക്കണം നിർബന്ധമില്ല. നമുക്കത് എക്കണോമിക്കലാണെന്നും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇതേ ആവശ്യത്തിന് മറ്റു കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് തന്നെ ചെയ്തു. അങ്ങനെ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും തുടക്കത്തിലുള്ള ആവേശത്തിൽ ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോട് ആദ്യം മോദി കെയറിനെ പറ്റി പറഞ്ഞു. പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തണമല്ലോ. ഞാൻ വാഷിംഗ് പൗഡറും പേസ്റ്റും സോപ്പും ഒക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത്. ഞാനത് പരിചയപ്പെടുത്തി. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മനസ്സിലായി, ഇവൻ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്ന ഒരാൾ ഒരു ദിവസം രാവിലെ പേസ്റ്റും സോപ്പും ഒക്കെ ആയിട്ട് ഓഫീസിൽ വരുന്നു. മോദി കെയറിൽ വർക്ക് ചെയ്താൽ ഫോറിൻ ട്രിപ്പ് കിട്ടുമെന്ന് പറയുന്നു, കാറ് കിട്ടുമെന്ന് പറയുന്നു, ഭയങ്കര വാചാലനായിട്ട് സംസാരിക്കുന്നു. അതുവരെ മിനിമം സംസാരിച്ചിരുന്ന ആൾ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ മോദി കെയറിലൂടെ സക്സസ് ആയ പലരുടെയും അനുഭവങ്ങൾ കേട്ടപ്പോൾ ഒരു ആവേശം ഉണ്ടായിരുന്നു. ശരിക്കും ആ മോട്ടിവേഷൻ കൊണ്ട് സ്റ്റാർട്ട് മാത്രം കിട്ടിയുള്ളൂ. പക്ഷെ അത് മുമ്പോട്ട് പോകണമെങ്കിൽ ഇത് പഠിക്കണമായിരുന്നു. അത് പഠിക്കണമെന്ന് എനിക്ക് വലിയ പിടിയുണ്ടായില്ല. ആദ്യത്തെ ആവേശത്തിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നുള്ള ധാരണയിൽ ഞാൻ മോദി കെയർ എല്ലാവരുടെ പ്രസന്റ് ചെയ്തു. ആകെ സംഭവിച്ചതെന്ന് വെച്ചാൽ കേൾക്കുന്ന ആൾക്കാർക്കും ആർക്കും മോദി കെയർ മനസ്സിലായില്ല. അവർക്ക് ആകെ മനസ്സിലായത് എനിക്ക് എന്ത് കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അതായത് എനിക്ക് വട്ടായെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്, രഹസ്യമായിട്ടും പരസ്യമായിട്ടും. എന്തായാലും എൻ്റെ പ്രതീക്ഷ തെറ്റി. ഏറ്റവും കൂടുതൽ ആളുകൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാവരും മോദി കെയറിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ആരും വന്നില്ല. ഒരു 2-3 മാസം കൊണ്ട് മോദി കെയറിൽ എങ്ങനെ നോക്കാം എന്നുള്ളത് ഞാൻ പഠിച്ചു. പിന്നെ 2 ചോയ്സാണുള്ളത്. മോദി കെയർ എന്നുള്ളൊരു ബിസിനസ് അവസരമുണ്ട്. അതിലൂടെ ഒരുപാട് നമ്മുടെ ലൈഫ് സ്റ്റൈലും ഇൻകം ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എനിക്കത് പറ്റില്ല. ഞാൻ ചെയ്തിട്ട് ശരിയാവണില്ല. എനിക്ക് നിർത്താം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ചോയ്സ് എന്ന് വെച്ചാൽ ഇങ്ങനൊരു അവസരമുണ്ട്. ഈ അവസരത്തിൽ എനിക്കിത് ചെയ്യാൻ പറ്റണില്ലെങ്കിലും മറ്റു പലർക്കും ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എക്സാമിന് ജയിക്കാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ ശരിയായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ കോപ്പി അടിക്കുക. പക്ഷെ കോപ്പി അടിക്കുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. നന്നായിട്ട് പഠിച്ച ഒരാൾ വേണം കോപ്പി അടിക്കാൻ. ആരെങ്കിലും കോപ്പി അടിച്ച് ചെയ്യില്ല. ഞാൻ ചെയ്തത് അത് തന്നെയാണ്. മോദി കെയറിൽ വന്ന് നന്നായിട്ട് ബിസിനസ് ചെയ്ത് വിജയിച്ച ആളുകളെ ഞാൻ കോപ്പി അടിക്കാൻ തയ്യാറായി. പുതിയതായിട്ട് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. മോദി കെയറിൽ വന്ന ഒരാൾ ആകെ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, സക്സസ്ഫുൾ ആയ ആളുകളെ കോപ്പി അടിക്കുക. ആ ഒരൊറ്റ കാര്യം മാത്രം ചെയ്തു. ആദ്യത്തെ തടസ്സങ്ങൾ ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഞാൻ പിടിച്ചു വന്നു എന്ന് ചോദിച്ചാൽ, മോദി കെയറിൽ വന്നപ്പോൾ അതിനു മുമ്പ് എനിക്കില്ലാതിരുന്ന ഒരു ലക്ഷ്യം എനിക്ക് വന്നു. കാരണം എൻ്റെ ചിന്ത എന്ന് വെച്ചാൽ മോദി കെയറിനെ പറ്റിയുള്ള അറിവ് എൻ്റെ ജീവിതത്തിൽ വരുത്താൻ സാധ്യതയുള്ള മാറ്റം
എൻ്റെ റിട്ടയർമെന്റ് സമയത്ത് എൻ്റെ വരുമാനം മൂന്നിൽ നിന്നിട്ട് കുറയുന്ന സമയത്ത് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ തീർച്ചയായിട്ടും താഴെ പോകും. ആ ലൈഫ് സ്റ്റൈലിൽ താഴെ പോകാതിരിക്കാൻ ഇപ്പോഴേ കുറച്ച് സമയം, ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ നെല്ല് വെക്കുന്നതിന് നെൽകൃഷി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മാവിൻ്റെ കൃഷിയും കൂടി ചെയ്തതുപോലെ ഞാൻ എൻ്റെ ജോലിയുടെ കൂടെ കുറച്ച് സമയം മോദിക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ വഴി വരുന്ന, ഞാൻ ചെന്നാൽ എനിക്ക് ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ഒരു 10 വീട് എന്തായാലും എനിക്കുണ്ട്. അവരോട് മോദിക്കെയർ പ്രോഡക്റ്റുകൾ ഞാൻ ഉപയോഗിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതെന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ അവർക്ക് ഉണ്ടാവും. അതിൽ കുറച്ച് പേരെങ്കിലും മോദിക്കെയറിൻ്റെ പാർട്ടാവും. അങ്ങനെയാണെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളാവണമെന്നില്ല. അവരെല്ലാവരും ഞാൻ മോദിക്കെയറിൽ വന്നതിന് മുമ്പ് തന്നെ പല്ലേക്കും കുളിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അവരതിനു വേണ്ടി ചിലവാക്കിയിരുന്ന പണം മോദിക്കെയർ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി ചിലവാക്കാൻ തുടങ്ങിയാൽ അത് എൻ്റെ കൂടി ടേൺ ഓവറായിട്ട് മാറും. മൂന്നാമത്തെയും നാലാമത്തെ സ്റ്റെപ്പ് ആകുമ്പോൾ ഇവർ ആരാണെന്ന് പോലും ഞാൻ അറിയില്ല. ഞാൻ ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ആളുകൾ സ്വന്തം വീട്ടിൽ അലക്കുകയും കുളിക്കുകയും പല്ലേക്കും പാത്രം കഴിയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതെല്ലാം അവരുടെ ബിസിനസ്സാണ്. അതോടൊപ്പം ആ ബിസിനസ് വരാൻ കാരണമായ വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെയും കൂടി ബിസിനസ്സായിട്ട് കണക്കാക്കുകയും നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ അനുസരിച്ച് അതിൻ്റെ ഒരു ചെറിയ ശതമാനം എനിക്കും കിട്ടാൻ തുടങ്ങുമ്പോൾ ഒരുപാട് പേരുടെ ചെറിയ ശതമാനമാകുമ്പോൾ അത് വലിയൊരു എമൗണ്ടായിട്ട് മാറും. അപ്പോൾ ലോങ് ടൈമിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ എനിക്ക് മോദിക്കൊന്നും വലിയ ഇൻകം ആവശ്യം ഇല്ലായിരുന്നു. അതില്ലെങ്കിലും ജീവിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ ഇൻകം കുറയുന്നൊരു സമയത്ത് അത് ഉപകാരപ്പെടുമെന്നുള്ള ചിന്ത, യഥാർത്ഥത്തിൽ ആ മീറ്റിങ്ങിൽ കിട്ടിയ അറിവ് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനൊരു തീരുമാനമെടുത്തത്. അങ്ങനൊരു ലക്ഷ്യമുണ്ടായതുകൊണ്ടാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ കണ്ടിട്ടും എനിക്ക് ആദ്യത്തെ 3-4 മാസം കൊണ്ട് മതിക്കൽ മുമ്പോട്ട് പോകാൻ പറ്റാതിരുന്നിട്ടും അത് പഠിച്ച് മുമ്പോട്ട് പോകണമെന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ ചിന്ത ഉണ്ടായതിൻ്റെ പേരിൽ 2 വർഷം കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ആദ്യത്തെ ഫോറിൻ ട്രിപ്പ് മലേഷ്യ പോകാൻ പറ്റി. പിന്നീട് നിരവധി ട്രിപ്പുകൾ പോകാൻ പറ്റി. പിന്നെ കമ്പനിയുടെ പഴയ പ്ലാൻ അനുസരിച്ചുള്ള കാർ ഫണ്ടും കാറ് അച്ചീവ്മെൻറ്റും ഒക്കെ സാധിച്ചു. ഏതായാലും മോദിക്കെയർ എന്നുള്ള ആ അറിവ് എനിക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ലക്ഷ്യം റിട്ടയർമെൻ്റ് ആയിരുന്നെങ്കിൽ ഏകദേശം 2-2.5 വർഷം മുമ്പ് 2022 ഒക്ടോബറിൽ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നുള്ള തസ്തികയിൽ ഞാൻ റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തെങ്കിലും അതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മോദിക്കെയർ ലാഖ്പതി ഗ്രൂപ്പിൽ എത്തിയതുകൊണ്ട് അതിപ്പോഴും തുടരുന്നതുകൊണ്ടും എൻ്റെ ലൈഫ് സ്റ്റൈലിൽ കാര്യമായ കുറവൊന്നും സംഭവിച്ചില്ല. യഥാർത്ഥത്തിൽ ഒരു ഹൗസ് മീറ്റിങ്ങിൽ കിട്ടിയ അറിവ് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റം വരുത്തി എന്നുള്ളതാണ് എന്നോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇത് എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല മാറ്റം വരുത്തുക, ഇങ്ങനെ എൻ്റെ ജീവിതം മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു അറിവ് എനിക്ക് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നല്ല കാര്യം കിട്ടിയാൽ ഞാൻ ഷെയർ ചെയ്തു. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ. ഇവിടെ അത് തന്നെ ഞാൻ ചെയ്തത്. എനിക്ക് കിട്ടിയ അറിവ് എനിക്ക് രക്ഷപ്പെടുത്താൻ ഏറ്റവും താല്പര്യമുള്ള ആളുകളോട് പറഞ്ഞു. പക്ഷെ എനിക്ക് രക്ഷപ്പെടാൻ താല്പര്യമുള്ളവരെല്ലാവരും സ്വയം രക്ഷപ്പെടാൻ താല്പര്യമുള്ളവരാവണമെന്നില്ല. ഞാൻ പറഞ്ഞതിൽ ആദ്യം കേട്ട പലരും എന്നെ കളിയാക്കുകയും ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, മോദിക്കെയർ എന്നുള്ള അപകടത്തിൽ പെട്ടു എന്ന നിലക്ക് എന്നെ മോദിക്കെയറാവുന്ന അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള അറിവാണ് എനിക്ക് അവർ പറഞ്ഞു തന്നത്. അതായത് മോദിക്കെയർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർ എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കാരണം അവർക്ക് എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മോദിക്കെയർ എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അവർ പറയുന്നത് കേൾക്കാതെ ഞാൻ മുമ്പോട്ട് പോയി. എൻ്റെ റിട്ടയർമെന്റ് സമയത്ത് എൻ്റെ സുഹൃത്തുക്കളായ പലരും സെയിം മന്ത് അല്ലെങ്കിലും ആ വർഷവും പിറ്റേ വർഷവും ഒക്കെ ആയിട്ട് മിക്കവാറും അന്ന് തന്നെ കളിയാക്കിയിരുന്ന ആളുകളെല്ലാം റിട്ടയർ ചെയ്തു. ഇപ്പോൾ ആ ജീവിത നിലവാരത്തിലുള്ള വ്യത്യാസം അവർക്ക് ശരിക്കും മനസ്സിലാവുന്നു. ഇന്ന് അവരെടുത്തൊക്കെ നിനക്ക് വേറെ പരിപാടികളുണ്ട്, കുഴപ്പമില്ലല്ലേ. എന്താ ഞാനപ്പം ചോദിച്ചു, ഈ പരിപാടി ഞാൻ നിങ്ങളുടെ അന്നേ പറഞ്ഞതല്ലേ, അത് എനിക്ക് കിട്ടിയ അവസരം ഞാൻ അന്നേ അവർക്ക് കൊടുത്താണ്. ആ കൊടുത്ത അവസരം അവർ സ്വീകരിച്ചില്ല. ഇന്ന് എന്നെ അവർ വിളിക്കുന്ന ഭാഗ്യവാൻ.
എനിക്ക് കിട്ടിയ ഭാഗ്യം ഞാൻ അവർക്ക് അന്ന് തന്നെ ഷെയർ ചെയ്തു, പക്ഷെ അവർ സ്വീകരിച്ചില്ല. അപ്പോൾ ചില അറിവുകൾ നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. പക്ഷെ ആ അറിവുകൾക്ക് മാറ്റം വരുത്താനുള്ള സാഹചര്യം ഒരുക്കേണ്ട ഒരു ജോലി നമ്മുടെയാണ്. അപ്പോൾ ഇന്ന് മോദി വേ, ന്യൂ വേയിൽ അത് വളരെ സ്പീഡ് കൂട്ടാനുള്ള ഒരു 3 കാറ്റഗറി പ്രോഡക്റ്റ് കൊണ്ട് വന്നിട്ടുണ്ട്. സമീർ സാറിന്റെ ആദ്യത്തെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള എല്ലാവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിത്തരണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് 28 വർഷം മുമ്പ് മോദിക്കർ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം സാമ്പത്തിക സ്വാതന്ത്ര്യം മാത്രമല്ല, എല്ലാവർക്കും ഫിറ്റ്നസും കൂടി വേണം. ഇന്ന് ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം പട്ടിണി മരണങ്ങളല്ല. ഇപ്പോ അമിത ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള, ഫാസ്റ്റ് ഫുഡും അമിത ഭക്ഷണവും കഴിച്ചുകൊണ്ടുള്ള അനാരോഗ്യമാണ് ഇന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം എന്ന നിലക്ക് നിലവിലുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് തന്നുകൊണ്ട് തന്നെ, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ പുതിയ 3 കാറ്റഗറി പ്രൊഡക്റ്റുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷേപ്പ് ഷിഫ്റ്റ്. ഷേപ്പ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സമയത്ത് നമ്മുടെ ഫുഡ് സപ്ലിമെന്റ് അല്ലെങ്കിൽ ഹെൽത്തി ആൻഡ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഇതാണ് ഷെയ്ക്ക്. അതായത് അതിനെപ്പറ്റി പറയുമ്പോൾ പലരും തടി കുറക്കുക എന്നുള്ളതൊരു വലിയ പ്രശ്നമായിട്ട് എടുക്കുന്നുണ്ട്. അത് തടി കുറക്കാൻ വേണ്ടി പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം. പട്ടിണി കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം ഒഴിവാക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ഹെൽത്ത് നഷ്ടപ്പെടുക. ഇവിടെ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പകരം ശരീരത്തിന് കിട്ടേണ്ടതായ എല്ലാ ന്യൂട്രിയൻസും പ്രോട്ടീനും അടങ്ങുന്ന ഷെയ്ക്ക് നമുക്ക് തരുന്നു. അത് 2 നേരം കഴിക്കാനുള്ള ഉണ്ട്. നമ്മുടെ ആവശ്യമനുസരിച്ച് വേണമെങ്കിൽ 2 നേരം കഴിക്കാം, അല്ലെങ്കിൽ 1 നേരം കഴിക്കാം. അപ്പോൾ ശരീരത്തിൻ്റെ ഫിറ്റ്നസ് നിലനിർത്താൻ വേണ്ടി നമുക്ക് വരുന്ന ഷേപ്പ് ഷിഫ്റ്റിംഗ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ്. നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വെൽനസ്സും പേഴ്സണൽ കെയർ, ഹോം കെയർ എല്ലാ കാറ്റഗറിയും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയൊരു കാറ്റഗറി നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രീമിയം റേഞ്ചിലുള്ള കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് ബിസിനസ് കൊണ്ടുപോകാൻ ഉള്ള അവസരമാണ് ഇവിടെ ഒരുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കേൾക്കുന്ന പലരും ഈ ആധാറും പാനും ഒക്കെ തന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ മടി കാണിക്കുന്ന ആളുകളെ നമുക്കറിയാം. അങ്ങനെയുള്ള ആളുകൾക്കും കൂടി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടാനുള്ള ഒരു അവസരം കൂടി കമ്പനി തന്നിട്ടുണ്ട്. പ്രിഫേർഡ് കസ്റ്റമർ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചില ആളുകൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ നല്ല പ്രോഡക്റ്റുകൾ വേണം, അത് ഡിസ്കൗണ്ട് പ്രൈസിൽ വേണം താനും. അങ്ങനെയുള്ള ആളുകൾക്ക് പ്രിഫേർഡ് കസ്റ്റമർ ആകാം. അവർക്ക് KYC അപ്ഡേഷൻ, പാൻ അപ്ഡേഷൻ അങ്ങനെ ഒന്നും ആവശ്യമില്ല. അവർക്ക് കസ്റ്റമറായിട്ട് തുടങ്ങാം. അങ്ങനെ കസ്റ്റമറായിട്ട് തുടങ്ങുന്ന ആളുകൾക്ക് MRPയുടെ 25% ഡിസ്കൗണ്ടിൽ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാം. ഈ പുതിയ പ്രോഡക്റ്റുകൾ മാത്രമല്ല, നിലവിലുള്ള എല്ലാ പ്രോഡക്റ്റുകളും വാങ്ങി ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ അവർക്ക് ലോയൽറ്റി എന്നുള്ള ബെനിഫിറ്റ് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുന്ന ഒരാൾക്ക് 25% ലോയൽറ്റി ബെനിഫിറ്റ്സ് കിട്ടാനുള്ള അവസരം ഇതിനകത്ത് തരുന്നുണ്ട്. അതോടൊപ്പം 2500 CV ഒരു മാസം സിംഗിൾ ബില്ലായി ഇൻവോയ്സ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ അവർ വില്ലിംഗ് ആണെങ്കിൽ അവർക്ക് പ്രോഡക്റ്റ് ഓഫ് ദി മന്ത് എന്നുള്ള രീതിയിൽ ₹1 ആ മാസം അനൗൺസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഓൾമോസ്റ്റ് ഫ്രീ എന്ന് തന്നെ പറയാം, വരുന്ന പ്രോഡക്റ്റുകൾ കിട്ടാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇതെല്ലാം മോദിക്കർ ബിസിനസിന്റെ ഭാഗമായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി അല്ലാതെ പോലും തുടങ്ങാനുള്ള അവസരമുണ്ട്. ഇങ്ങനെയുള്ള പ്രിഫേർഡ് കസ്റ്റമർ കൊണ്ടുവന്ന ആളുകൾക്കും അവർ വഴി വരുന്ന ബിസിനസ് നമ്മുടെ ടോട്ടൽ ടേൺ ഓവറിൽ വരികയും അതിൻ്റെ ബെനിഫിറ്റുകളെല്ലാം നമുക്ക് അപ്ലയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ആനുപാതികമായിട്ട് മാർക്കറ്റിംഗ് പ്ലാൻ അനുസരിച്ച് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ 3-4 മാസം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിൻ്റെ ബെനിഫിറ്റുകൾ മനസ്സിലാകുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ആ പ്രോഡക്റ്റുകളുടെ ബെനിഫിറ്റ് അയാളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഷെയർ ചെയ്യാൻ സ്വാഭാവികമായിട്ട് ഷെയർ ചെയ്യും, അതിന് സംശയമൊന്നുമില്ല. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഈ ബിസിനസ്സിൻ്റെ പാർട്ട് ആകണമെന്ന ആവശ്യം വരും. ആ സമയത്ത് ഇവർ പ്രിഫേർഡ് കസ്റ്റമറായിട്ട് നിൽക്കുന്ന അവസരത്തിൽ അവർക്ക് ഒരാളെ സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവർ സ്പോൺസർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് അവരെ
അഡ്വൈസറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചില റെസ്ട്രിക്ഷൻസ് എല്ലാം നമുക്ക് മാറ്റി. അതായത് പല ആളുകൾക്കും ഇത് വേണോ വേണ്ടേ എന്നുള്ള സംശയം നിൽക്കുന്ന സമയത്ത് ജോയിൻ ചെയ്യാൻ മടി കാണിക്കുന്ന ആളുകൾക്ക് പോലും ബിസിനസ്സിൻ്റെ പാർട്ടാകാതെ പ്രിഫേർഡ് കസ്റ്റമറായിട്ട് നിന്നുകൊണ്ട് ലോയൽറ്റി, റീറ്റെയിൽ ഡിസ്കൗണ്ട്, പ്രോഡക്റ്റ് ഓഫ് ദി മന്ത്, അതായത് ഫ്രീ പ്രോഡക്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ ബെനിഫിറ്റുകളും കിട്ടിക്കൊണ്ട് കസ്റ്റമറായിട്ട് നിന്ന് അതിൻ്റെ സാധ്യതകൾ ബോധ്യപ്പെടുകയും ആ പ്രോഡക്റ്റുകളെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല എന്നൊരു ലെവലിലോട്ട് അവരെത്തുമ്പോൾ, ഈ അവസരത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അവരെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അഡ്വൈസറായിട്ട് മാറേണ്ടി വരും. അങ്ങനെ അവർ സ്വന്തം ഇഷ്ടത്തിലും അഡ്വൈസറായി മാറാൻ തയ്യാറാവുമ്പോൾ അവർക്ക് അഡ്വൈസറാകാനുള്ള സഹായം ചെയ്തു കൊടുത്തുകൊണ്ടും അവരെ ടീം ഡെവലപ്പ് ചെയ്തുകൊണ്ടും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. അതുകൂടാതെ നേരത്തെ നമുക്ക് മന്ത്ലി ഒരു ബോണസാണ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ പറഞ്ഞതിൽ ആദ്യത്തെ 2 ബോണസുകൾ വീക്കിലിയാണ്. ആദ്യത്തെ 2 ബോണസുകൾ വീക്കിലി കിട്ടുന്നതോടൊപ്പം മന്ത്ലി ബോണസും ഉണ്ട്. അപ്പോൾ നേരത്തെ കിട്ടിയിരുന്നതിനേക്കാളും ഒരു പടി കൂടുതൽ തന്നുകൊണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ചെയ്തുകൊണ്ട് കമ്പനി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ നേരത്തെ ഒരിക്കൽ ഇതിനെപ്പറ്റി പറഞ്ഞതാണ്. അതായത് കമ്പനി കാലത്തിനനുസരിച്ച് മാറാൻ എപ്പോഴും തയ്യാറാണെന്നുള്ളതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഹാൻഡ് സാനിറ്റൈസർ എന്നുള്ളൊരു പ്രോഡക്റ്റ് കോവിഡ് സമയത്താണ് പലരും ഹാൻഡ് സാനിറ്റൈസർ എന്താണെന്ന് കേൾക്കുന്നത്. പക്ഷേ അതിന് 5-6 വർഷം മുമ്പേ മോദിക്കേറിൽ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു അന്ന് ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഞാനടക്കം ചിന്തിച്ചതാണ്. പക്ഷേ കമ്പനി എല്ലാ കാര്യങ്ങളും അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നു. ഇനി അഡ്വാൻസ് ആയിട്ട് കാലത്തിനനുസരിച്ച് മാറാത്തൊരു കമ്പനിയെ പറ്റി പറയാണ്. നോക്കിയ ഫോൺ, മൊബൈൽ ഫോൺ ഉണ്ടായിരുന്ന കാലത്ത് തുടങ്ങിയ സമയത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് വളർന്നുവന്ന കമ്പനിയായിരുന്നു നോക്കിയ. സ്മാർട്ട് ഫോൺ വന്ന സമയത്ത് കാലത്തിനനുസരിച്ച് അവർ സ്മാർട്ട് ഫോണിലേക്ക് മാറാതിരുന്നുകൊണ്ട് എന്ത് പറ്റി? അവർ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി. അപ്പോൾ നമ്മുടെ കമ്പനി എപ്പോഴും ഒരു 10 കൊല്ലമെങ്കിലും അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ നടത്തുന്ന കമ്പനിയാണ്. അപ്പോൾ ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും ആദ്യത്തെ സമയത്ത് എല്ലാ മാറ്റങ്ങളും സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ടും അല്ലെ, ശീലിച്ചതിൽ നിന്ന് ചെറിയ മാറ്റം വരുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ അത് വലിയ അച്ചീവ്മെൻറ്റിനും വലിയ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു മാറ്റമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പുതിയ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ കിട്ടുന്ന കൂടിയ വരുമാനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഈ അറിവ് ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം എല്ലാവരെയും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്കെല്ലാം വലിയ വിജയം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ് വന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ അറിവ് നിങ്ങൾക്ക് തന്ന വ്യക്തി നിങ്ങളുടെ ജീവിതം മാറ്റാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു മീറ്റിംഗ് കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റാൻ വേണ്ടുന്ന അറിവായിട്ടുണ്ടാവില്ല. ഈ ഒരു മീറ്റിങ്ങിൽ കിട്ടിയ അറിവ് പോരാ, നിങ്ങൾക്കൊരു തുടക്കം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാനും പഠിച്ചതിന് ശേഷം മാത്രം ഒരാളോട് പറയാനും നിങ്ങൾ തയ്യാറാവും. തുടക്കത്തിൽ ഈ ആവേശം കിട്ടുന്ന ഒരു മോട്ടിവേഷൻ കൊണ്ട് കിട്ടുന്ന സ്റ്റാർട്ട് നിലനിർത്തണമെങ്കിൽ കൂടുതൽ അറിവുണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അറിവ് തരാൻ സംവിധാനങ്ങളുണ്ട്. ഇന്ന് മോദിക്കെയറിനെ പറ്റിയോ മോദി വേജിനെ പറ്റിയോ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഓൺലൈൻ നമ്മുടെ സൈറ്റിൽ കയറി, മോദിക്കെയറിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാം. യൂട്യൂബിലുണ്ട്. നമുക്ക് ഇന്ന് ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ സൗകര്യമുണ്ട്. കൂടാതെ നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക്, ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച വ്യക്തി നിങ്ങളുടെ ജീവിതം മാറ്റാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം മാത്രം വിചാരിച്ചുകൊണ്ട് ജീവിതം മാറില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം മാറ്റണമെങ്കിൽ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനം എടുത്ത ആളുകളുടെ മാത്രം ജീവിതം മാറിയിട്ടുള്ളൂ, അല്ലാത്തവർ ആരും മാറിയിട്ടില്ല. ഇത് ഞാൻ പറയുമ്പോൾ, ഞാൻ ആദ്യമായിട്ട് മീറ്റിംഗ് കേട്ടപ്പോൾ ആ മീറ്റിംഗ് ഏകദേശം 20ഓളം ആളുകളുണ്ടായിരുന്നു. അതിൽ ഭൂരിപക്ഷം ആളുകൾക്കും എന്നേക്കാൾ ഒരു സൈഡ് ഇൻകം ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അതിൽ മിക്കവാറും ആളുകൾ ഇന്ന് മോദിക്കെയറിലില്ല. അതിൻ്റെ കാരണം ആ കിട്ടിയ അറിവ്
അവരുടെ ജീവിതം മാറ്റാൻ വേണ്ടി അവർ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ത് അറിവ് നമ്മുടെ മുമ്പിൽ വന്നാലും ആ അറിവ് നമ്മുടെ ജീവിതം മാറ്റാൻ കേപ്പബിൾ ആണെങ്കിലും അല്ലെങ്കിലും അത് നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറായാൽ മാത്രമേ അതിനകത്ത് മാറ്റം വരുള്ളൂ. അപ്പോൾ ഈ അറിവ് എൻ്റെ ജീവിതം മാറ്റിയതാണ്. എൻ്റെ മാത്രമല്ല, ഞാൻ വഴി വന്ന ഒരുപാട് പേരുടെ ജീവിതം മാറ്റിയതാണ്, വിജയം തെളിയിച്ചതാണ്. അപ്പോൾ ഇന്ന് നിങ്ങളെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച വ്യക്തികളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് സംശയങ്ങൾ തീർക്കണം. കാരണം സംശയങ്ങൾ ഉണ്ടാവണം. സംശയങ്ങൾ തീർത്ത് മുമ്പോട്ട് പോകണം. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയം ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം, അതോടൊപ്പം തന്നെ ഫിറ്റ്നസും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. വെൽക്കം. താങ്ക് യു സർ. ഓക്കെ, വെൽക്കം.